ഈ ഇവിടെ ഉണ്ടായിരുന്നു ഈ സമയം? എൻ്റെ വീട് തൊട്ട് അപ്പുറത്തെ വീടാണ്. പക്ഷേ ആ ഭാഗത്തൊന്നും ആന ഒന്നും ചെയ്തിട്ടില്ല. ഈ ഏരിയയിൽ വന്നപ്പോഴാണ് കുറേയൂടെ വയലൻ്റായ മാതിരി എല്ലാം കുത്തിമറിക്കലും കാര്യങ്ങളൊക്കെ കാണുന്നത്. നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നതും തളച്ചിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആരുടെ വീടാണ് അത്? ഒരു താമസമില്ല, അവിടെ താമസമില്ലാത്ത അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. ഈ ചുറ്റുമുള്ള വീടുകളിലെല്ലാം ജനവാസവുമാണ്. എല്ലാം ഉണ്ട്. വരുന്ന വഴിയിൽ അവിടെ ഒരു കാറ് കുത്തിമറിച്ച് കേടുവരുത്തിയിട്ടുണ്ട്. അവർ അതിൽ കാറിലെ ആൾക്കാരുണ്ടായിരുന്നു, അവര് പെട്ടെന്ന് ഓടിപ്പോയി. ഇവിടെ ഓടി എത്തുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നു? അറിയാൻ കഴിഞ്ഞിരുന്നു? ഇവര് ഒച്ചയിൽ വിളിച്ചു പറഞ്ഞിരുന്നു ആന വരുന്നുണ്ട്. അത് കാരണം റോട്ടിൽ നിന്ന് എല്ലാവരെയും മാറ്റാൻ അത് മെയിൻ റോഡാണ്, ചേറൂർ സൈഡിലേക്ക് പോകുന്ന മെയിൻ റോഡാണ്. അപ്പൊ ആ മെയിൻ റോഡിൽ അവര് വിളിച്ചു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ വണ്ടികളൊക്കെ പിന്നെ ഒക്കെ ബൈ ലൈനിലേക്ക് തിരിച്ചു വിടാൻ പറഞ്ഞു. അങ്ങനെ ആ റോഡ് വേക്കൻ്റ് ആക്കി. ഈ തൃശ്ശൂർ നഗരത്തിൽ നിന്നാണ് ആന എത്തിയത്. ഈ സമയത്ത് 8:30 കൂടിയാണല്ലേ, 9 മണിയോട് കൂടിയാണ് ആന? 9 മണിയോട് കൂടിയിട്ടാണ്. മോഡൽ ഗേൾസിന്റെ ആ ഭാഗത്തുനിന്ന് ആയിന്നാണ് പറയുന്നത്. അവിടെ നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി ഒന്നുകൊണ്ട് ചോദിക്കാന്നാണ് അറിഞ്ഞത്. നമ്മൾ അറിഞ്ഞപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ആ ടൗണിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഒരു കാർ ഇതൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ചെമ്പുകാവില് എന്തൊക്കെ 3 വണ്ടി ആക്കിയെന്ന് പറയുന്നുണ്ട്. ആനയ്ക്ക് പരിക്കുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ആനയ്ക്ക് പരിക്കുണ്ട്. ലക്ഷ്മി അല്ലേ? ലക്ഷ്മി എന്ന് പറഞ്ഞ ആനയാണ്. ഏതായാലും ആന ഇപ്പോൾ ശാന്തനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രദേശവാസിയായിട്ടുള്ള ആള് അദ്ദേഹം ഈ നമുക്കൊപ്പം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടി പറയുന്നത് BJP നേതാവ് V. ഗോപാലകൃഷ്ണൻ വരുന്നുണ്ട്. അദ്ദേഹത്തോടു കൂടി സംസാരിക്കാമെന്ന് കരുതുന്നു. ഏതായാലും ആന ശാന്തമായി. ആന അവിടെ ബന്ധിച്ചിട്ടുണ്ട്. ഇനി ആന വെളി വരില്ല. ഇല്ല, കുറച്ച് വെള്ളം. അതെ, കുറച്ച് വെള്ളം തന്നെ പറഞ്ഞു. കുറച്ച് വെള്ളം. ആ വീടിന് കാര്യമായിട്ട് നാശനഷ്ടമുണ്ടോ? നാശനഷ്ടമുണ്ട്. ഇപ്പം എൻ്റെ വീടിന് മുമ്പിലുണ്ടായിരുന്ന ഒരു 8 ബൈക്ക് ഉണ്ട്. അതിൽ 4 പൂർണ്ണമായും തകർത്തു. കുറച്ച് വെള്ളം തരാം. വെള്ളം ആനയെ തളച്ചു. ആന ശാന്താണ്. ആനയെ തളച്ചു. ആനയെ തളയ്ക്കാന്ന് പറഞ്ഞാൽ ആന ഇപ്പോൾ വടം കെട്ടി. ഇനി ആന വെളി പോവില്ല. ഇപ്പോൾ ആനക്കാരൻ്റെ കയ്യിലാണ്. ഇവിടെ വടക്കാ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വന്നു എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിലിരിക്കായിരുന്നു. ഗ്രൗണ്ടിലെ കളി കഴിഞ്ഞ് വന്ന് ആ ഡ്രസ്സിൽ അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിന് മുന്നിൽ കൂടെയാണ്. എൻ്റെ കാറ് റോട്ടിൽ കിടക്കുകയാണ്. എൻ്റെ കാറിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ ആന പോണേ. വളരെ ശാന്തമായിരുന്നു പോകുമ്പോൾ. ആ ആന ആ വഴിക്ക് നേരെ പോയിട്ട് അവിടെ എന്തോ കണ്ടിട്ട് തിരിഞ്ഞു വീണ്ടും വരികയാണ്. ഞങ്ങളുടെ കാർ അവിടെ കിടക്കുകയാണ്. എൻ്റെ കാറ്, എൻ്റെ അടുത്ത വീട്ടിലെ ആൾക്കാരുടെ കാറ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് അതിന് ശേഷം പെട്ടെന്ന് വയലൻ്റായി. എൻ്റെ തന്നെ വീടിൻ്റെ മുമ്പിലത്തെ ഒരു 8 ബൈക്ക് തകർത്തു. ഈ വീടുകൾ തകർത്തു. ബുദ്ധിമുട്ടുണ്ടായി. ഇല്ല, ഒന്നുമില്ല.